നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്ന ഒരു വാർത്തയാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായിട്ടുള്ള കൊടും ഭീകരവാദി മസൂദ് അസർ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ അഥവാ പാക് അധീന കശ്മീരിലുണ്ട് എന്ന വാർത്ത ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വന്ന റിപ്പോർട്ടാണ്. അതായത് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായ വിവരം ലഭിച്ചിരിക്കുന്നു മസൂദ് അസർ എവിടെയാണ് എന്ന്. പാക് അധീന കശ്മീരിലെ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ ഇദ്ദേഹം ഉണ്ട് എന്നാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് പറയുന്നത്. അതായത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വെളിപ്പാടകലെ മസൂദ് അസർ ഉണ്ട് എന്ന് തന്നെയാണ്. മസൂദ് അസർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മസൂദ് അസർ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അവ്യക്തതയൊന്നുമില്ല. കൃത്യമായി തന്നെ ഇന്ത്യക്ക് അദ്ദേഹം എവിടെയാണ് എന്നറിയാം എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ഏജൻസികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമത്തേത്, പാകിസ്ഥാനിലെ ഈ ബഹാവുൽപൂരിലാണ് ഈ മസൂദ് അസറിൻ്റെ കേന്ദ്രമെന്നത്. ഇയാളുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബഹാവുൽപൂരാണ്. ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമായ ഭീകരവാദ ക്യാമ്പുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇയാൾ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് മുങ്ങിയിരുന്നു. മാത്രമല്ല, ഇയാൾ അവിടെ നിന്ന് പോയി എന്നതേ ഉള്ളൂ. ബാക്കി ഇയാളുടെ ബന്ധുമിത്രാദികളും കുടുംബാംഗങ്ങളും മറ്റ് ഭീകരന്മാരും എല്ലാം തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യ അതിശക്തമായ ബോംബിംഗ് ആണ് ബഹാവൽപൂരിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യ ഘട്ടത്തിൽ നടത്തിയത്. ആ ആക്രമണത്തിൽ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ സർവ്വതും തകർന്നടിഞ്ഞിരുന്നു. ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം ചുട്ടുകരിക്കാൻ അന്ന് ഇന്ത്യക്ക് സാധിച്ചിരുന്നു. അവിടെ നിന്നും അന്ന് പലായനം ചെയ്തയാൾ പിന്നെയും അവിടെ തന്നെയുണ്ട്. താൻ ബഹാവൽപൂരിൽ തന്നെ തുടരുന്നു, തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വീഡിയോ സന്ദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മസൂദ് അസർ പുറത്തുവിട്ടിരുന്നതാണ്. ആ വീഡിയോ സന്ദേശങ്ങളെല്ലാം ഫേക്ക് വീഡിയോകളായിരുന്നു. അതായത് പഴയകാല വീഡിയോകൾ ഉപയോഗിച്ച് ചിത്രീകരിച്ച ഫേക്ക് വീഡിയോകളായിരുന്നു എന്ന് പിന്നീട് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് തെറ്റാണ് എന്ന് തെളിയിക്കാനാണ്. അതായത് അവിടെ തന്നെയുണ്ട്, ബഹാവൽപൂരിൽ തന്നെ താൻ ഉണ്ട് എന്ന ജെയ്ഷെ മുഹമ്മദ് തലവൻ്റെ അവകാശവാദം തെറ്റാണ് എന്ന് തെളിയിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ കൃത്യമായി ഇയാൾ എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച വിവരം പുറത്തുവിടുന്നത്. രണ്ടാമതൊരു ഉദ്ദേശം കൂടി അതിനുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ബിലാവൽ ഭൂട്ടോ മസൂദ് അസർ പാകിസ്ഥാനിലെങ്ങും ഇല്ല എന്ന വിവരം അൽ ജസീറയുമായി നടത്തിയ അഭിമുഖത്തിൽ പുറത്തുവിട്ടത്. അതായത് മസൂദ് അസർ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകനാണ്, കൊടും ഭീകരനാണ്, ശരിയാണ്. പക്ഷേ അയാൾ പാകിസ്ഥാനിൽ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അയാൾ അഫ്ഗാനിസ്ഥാനിലോ മറ്റെവിടെയോ ഒക്കെ ആയിരിക്കും. പാകിസ്ഥാനിലുണ്ട് എന്ന വിവരം കണ്ടുപിടിച്ച് തന്നാൽ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. മറ്റൊരാളാണ് ലഷ്കർ ഇ ത്വയ്ബയുടെ തലവനായ ഹഫീസ് സയ്യിദ് പാകിസ്ഥാനിലെ ജയിലിലാണ്. അതായത് സാങ്കേതികമായി പാകിസ്ഥാനിലെ ജയിലിലാണ്. മറിച്ച് പാകിസ്ഥാൻ മറ്റൊരു ഇളവ് കൂടി ഹഫീസ് സയ്യിദിന് കൊടുത്തിട്ടുണ്ട്. ഹഫീസ് സയ്യിദ് എവിടെയാണോ അത് പാകിസ്ഥാൻ സർക്കാർ ജയിലായി പ്രഖ്യാപിക്കും. അങ്ങനെയാണ് ഹഫീസ് സയ്യിദിന് നിയമത്തിൽ പഴുത് കണ്ടെത്തിക്കൊണ്ട് ഇളവ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യാതെ ഒളിവിൽ കഴിയുന്നു എന്ന് പറയുന്ന മസൂദ് അസർ ആകട്ടെ പാകിസ്ഥാനിൽ ഇല്ലയും താനും എന്നാണ് അൽ ജസീറയോട് പറഞ്ഞത്. അത് തീർച്ചയായും ഇന്ത്യയുടെ നിലപാടിനെ പരിഹസിക്കുകയൊക്കെയാണ്. അതിനുള്ള ചുട്ട മറുപടി കൂടിയാണ് ഇന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കൃത്യമായി മൗലാന മസൂദ് അസർ എവിടെയുണ്ട് എന്ന് കൃത്യമായി കണ്ടെത്തിയ ശേഷം വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി അറസ്റ്റ് ചെയ്താട്ടെ എന്നാണ് ഇന്ത്യയുടെ സന്ദേശം ഇതിൽ നിന്ന് പോകുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പോഴുള്ള ഈ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖല പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലാണ്. അതായത് ഈ മേഖല ബഹാവൽപൂരിൽ നിന്നും, അതായത് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമായ ബഹാവൽപൂരിൽ നിന്നും ഏതാണ്ട് 1000 കിലോമീറ്റർ അകലെയാണ്. മാത്രമല്ല, ഇന്ത്യക്ക് എളുപ്പം പിടിക്കാനും ആക്രമിക്കാനും ഒക്കെ എളുപ്പമുള്ള ഒരു പ്രദേശം കൂടിയാണ് പാക് അധീന കശ്മീർ. ഇന്ത്യയിൽ നിന്നും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വലിയ ഭീഷണി നേരിടുന്ന മസൂദ് അസർ സത്യത്തിൽ പാകിസ്ഥാനിൽ ഉള്ളിൽ എവിടെയെങ്കിലുമാണ് ഒളിച്ചിരിക്കേണ്ടത്, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന മേഖലകളിലായിരുന്നു. പക്ഷേ പാകിസ്ഥാനുള്ളിൽ നിന്നും ഇന്ത്യ മസൂദ് അസറിനെ പൊക്കിയാൽ, അല്ലെങ്കിൽ മസൂദ് അസറിനെ അവിടെയിട്ട് തീർത്താൽ തീർച്ചയായും പാകിസ്ഥാൻ സംരക്ഷിക്കുന്ന തീവ്രവാദി ആയിരുന്നു മസൂദ് അസർ എന്ന് പുറത്താകും. അതിന് അനുവദിക്കാതിരിക്കുക എന്നതാണ് ഈ പാക് അധീന കശ്മീരിലേക്ക് ഇയാളെ മാറ്റിയിരിക്കുന്നത്. കാരണം അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഇയാളെ പറഞ്ഞയക്കാൻ കഴിയില്ല. കാരണം റോയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യൻ ഏജൻസികൾക്കും ഇന്ത്യൻ സർക്കാരിനും ഭരണകൂടത്തിനുമെല്ലാം വലിയ സ്വാധീനം ഇന്ന് അഫ്ഗാനിസ്ഥാനിലുണ്ട് എന്ന് പാകിസ്ഥാൻ അറിയാം. അവിടെ മസൂദ് അസർ സുരക്ഷിതനല്ല.
മാത്രമല്ല ഈ ബലൂചിസ്ഥാൻ പോലെയുള്ള മറ്റു മേഖലകൾ, പാകിസ്ഥാനിൽ ഇപ്പോൾ വിഘടനവാദം ശക്തമായി കൊണ്ടിരിക്കുന്ന മറ്റു പല മേഖലകളിലും മസൂദ് അസർ സുരക്ഷിതനല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാക് അധീന കശ്മീരിലേക്ക് ഇയാളെ മാറ്റിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇത് അർത്ഥമാക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും ഇന്ത്യ ഭീകരന്മാരെ, പ്രത്യേകിച്ചും ഈ ഹഫീസ് സയ്യിദിനെ പോലെ മസൂദ് അസറിനെ പോലെയുള്ള കൊടും ഭീകരന്മാരെ വേട്ടയാടുന്നത് നിർത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയും മറ്റ് ഏജൻസികളും എല്ലാം തന്നെ നിരന്തരം പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഇത്തരം ഭീകര സംഘടനകളുടെ ഭീകരന്മാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുക തന്നെയാണ് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാക് അധീന കശ്മീരിലേക്ക് ഇയാൾ ഒളിച്ചോടിയിരിക്കുന്നത്. ഇയാളുടെ താവളം ഇപ്പോൾ ഇന്ത്യക്ക് അറിയാം. അത് കൃത്യമായി തന്നെ വെളിപ്പെടുത്തുന്നത് ഇയാൾ അവിടെ ഇല്ല എന്ന അവകാശവാദം ഉന്നയിക്കാനാണ്. മാത്രമല്ല ബഹാവൽപൂരിലാണ് താൻ എന്ന് ജെയ്ഷെ മുഹമ്മദും അവകാശപ്പെടുന്നുണ്ട്. ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചക്കള്ളങ്ങൾ, പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചക്കള്ളങ്ങൾ പൊളിച്ചടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ജെയ്ഷെ മുഹമ്മദിൻ്റെ അടക്കമുള്ള എല്ലാ ഭീകര സംഘടനകളും, ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളും ആ സംഘടനകളുടെ നേതാക്കന്മാരുമെല്ലാം ഇപ്പോൾ പാകിസ്ഥാനിൽ നെട്ടോട്ടമോടുക തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.